Dear students, the next theorem from 5th module. If B is a circuit matrix of connected graph G with E edges and N vertices, then rank of B equal to E minus N plus 1. Okay, consider a circuit matrix B of a graph G with E edges and N vertices. The rank of B equal to E minus N plus 1. The last theorem we studied that rank of A equal to N minus 1. Okay, so here we want to prove that rank of B equal to E minus N plus 1. Okay, so proof. Consider an incident matrix A and B be a circuit matrix, N be the number of vertices and E be the number of edges. Then the matrix A and B are orthogonal. ഓർത്തോഗണൽ എന്താണെന്ന് നമ്മളൊരു തിയറത്തിൽ ഇനി പഠിക്കും. അത് നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ, സോ ഇഫ് ടു മെട്രിക്സസ് ആർ ഓർത്തോഗണൽ, രണ്ട് മെട്രിക്സ് ഓർത്തോഗണൽ ആകണമെങ്കിൽ അല്ലെങ്കിൽ രണ്ട് മെട്രിക്സ് ഓർത്തോഗണൽ ആണെങ്കിൽ ആ രണ്ട് മെട്രിക്സിൻ്റെയും ഇടയിൽ ഒരു കണ്ടീഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. എ ഡോട്ട് ബി ട്രാൻസ്വേഴ്സ്, അതായത് എ ഫസ്റ്റ് മെട്രിക്സിലെ ഒരു റോയും സെക്കൻഡ് മെട്രിക്സിലെ ഏതെങ്കിലും ഒരു റോയും എടുത്ത് ആ റോയുടെ ട്രാൻസ്പോസ്, ദാറ്റ് മീൻസ് കോളം പോലെ എടുത്തിട്ട് അതിൻ്റെ രണ്ടിൻ്റെയും ഡോട്ട് പ്രോഡക്റ്റ് എടുത്താലും ദാറ്റ് ഈസ് എ ഡോട്ട് ബി ട്രാൻസ്പോസ് ഈക്വൽ ടു എ ട്രാൻസ്പോസ് ഡോട്ട് ബി ഈക്വൽ ടു 0 mod 2. അതായത് നമ്മൾ രണ്ട് മെട്രിക്സസ് ഓർത്തോഗണൽ ആണെങ്കിൽ ആ രണ്ട് മെട്രിക്സിൻ്റെ ഏതെങ്കിലും രണ്ട് റോസ് എടുക്കുക, ദെൻ ആ ഒരു റോനെ നമ്മൾ ട്രാൻസ്പോസ് ചെയ്യാം. ദെൻ അതിൻ്റെ ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് എന്തായാലും സീറോസ് ആയിരിക്കും. അവിടെ കിട്ടുന്ന വാല്യൂവിന് മോഡ് 2 ഓപ്പറേഷൻ കൊണ്ട് പെർഫോം ചെയ്ത് കിട്ടുമ്പോൾ നമുക്ക് വാല്യൂ 0 ആയിരിക്കും കിട്ടുന്നത്. ഓക്കെ, ദെൻ വി നോ ദാറ്റ് റാങ്ക് ഓഫ് എ ഈക്വൽ ടു എൻ മൈനസ് 1. എയുടെ റാങ്ക് നമുക്കറിയാം എൻ മൈനസ് 1 ആണ്. ഓക്കെ, അക്കോർഡിംഗ് ടു സിൽവർസ്റ്റോസ് തിയറം, സിൽവർസ്റ്റോസ് തിയറം മീൻസ് നമുക്ക് രണ്ട് മെട്രിക്സ് ഓർത്തോഗണൽ ആണെങ്കിൽ രണ്ടിൻ്റെയും കൂടെ റാങ്ക് എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു നമ്പർ ഓഫ് എഡ്ജസ് ആയിരിക്കും. സോ ഇവിടെ നമ്മൾ പറഞ്ഞു വന്നത് എ ആൻഡ് ബി ആർ ഓർത്തോഗണൽ. സോ അക്കോർഡിംഗ് ടു സിൽവർസ്റ്റോസ് തിയറം റാങ്ക് ഓഫ് എ പ്ലസ് റാങ്ക് ഓഫ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇ. ഓക്കെ, നമുക്കിവിടെ റാങ്ക് ഓഫ് എ അറിയാം, നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. എന്താണ്? എൻ മൈനസ് 1 ആണ്. നമുക്കിവിടെ കണ്ടുപിടിക്കുന്ന റാങ്ക് ഓഫ് ബി ആണ്, വിച്ച് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇ മൈനസ് റാങ്ക് ഓഫ് എ, ദാറ്റ് ഈസ് ഇ മൈനസ് എൻ പ്ലസ് 1, ദാറ്റ് ഈസ് ഇ മൈനസ് എൻ മൈനസ് 1, ദാറ്റ് ഈസ് ഈക്വൽ ടു ഇ മൈനസ് എൻ പ്ലസ് 1. ഓക്കെ, സോ റാങ്ക് ഓഫ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇ മൈനസ് എൻ പ്ലസ് 1. ഓക്കെ, ദെൻ ഓൾസോ റാങ്ക് ഓഫ് ബി ഈക്വൽ ടു ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എൻ പ്ലസ് 1. അതായത് നമ്മൾ റാങ്ക് ഓഫ് ബി എഫ് പഠിച്ചിട്ടുണ്ട്. ബി എഫ് എന്താണ്? ഫണ്ടമെൻ്റൽ സർക്യൂട്ട് മെട്രിക്സിൻ്റെ റാങ്ക് എന്ന് പറയുന്നത് ഇ മൈനസ് എൻ പ്ലസ് 1 ആണെന്ന് പഠിച്ചു. ഓക്കെ, ദെൻ ഈ ഫണ്ടമെൻ്റൽ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ സർക്യൂട്ട് മെട്രിക്സിൻ്റെ ഒരു സബ്ബാണ്. ഓക്കെ, അപ്പോൾ ഫണ്ടമെൻ്റൽ സർക്യൂട്ടിൻ്റെ റാങ്ക് എന്ന് പറയുന്നത് ഇ മൈനസ് എൻ പ്ലസ് 1 ആണ്. ഇതിൻ്റെ മെയിൻ മെട്രിക്സ് ആണ് ബി എങ്കിൽ ബിയുടെ റാങ്ക് എന്തായിരിക്കും? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഇ മൈനസ് എൻ പ്ലസ് 1 ആണ്. സോ അക്കോർഡിംഗ് ടു സിൽവർസ്റ്റോസ് തിയറം നമുക്ക് നോക്കിയപ്പോൾ റാങ്ക് ഓഫ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇ മൈനസ് എൻ പ്ലസ് 1 ആണ് കിട്ടിയത്. ദെൻ ബി എഫിൻ്റെ റാങ്ക് ഇ മൈനസ് എൻ പ്ലസ് 1 ആണെങ്കിൽ ബി എഫ് എന്ന് പറയുന്നത് നമ്മുടെ മെട്രിക്സിൻ്റെ സർക്യൂട്ട് മെട്രിക്സ്, അതായത് സർക്യൂട്ട് മെട്രിക്സിൻ്റെ ഒരു സബ് മെട്രിക്സ് ആണ് നമ്മുടെ ഫണ്ടമെൻ്റൽ സർക്യൂട്ട് മെട്രിക്സ്. അപ്പോൾ ആ ഫണ്ടമെൻ്റൽ സർക്യൂട്ട് മെട്രിക്സിൻ്റെ റാങ്ക് ഇ മൈനസ് എൻ പ്ലസ് 1 ആണെങ്കിൽ നമ്മുടെ സർക്യൂട്ട് മെട്രിക്സിൻ്റെ റാങ്ക് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഇ മൈനസ് എൻ പ്ലസ് 1 ആണ്. സോ ഈ രണ്ടിൻ്റെയും കൂടെ ബേസിസിൽ വി ക്യാൻ കൺക്ലൂഡ് ദാറ്റ് റാങ്ക് ഓഫ് ബി ഈക്വൽ ടു ഇ മൈനസ് എൻ പ്ലസ് 1. ഓക്കെ, താങ്ക് യു.